ഇപ്പോൾ നമ്മൾ പേപ്പർ തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ പറയുന്ന ഡ്രഗ് അബ്യൂസും അല്ലെങ്കിൽ അത് പിടിച്ചു ഇവിടെ പിടിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആ രീതിയിൽ റെലവൻ്റ് ആണ്. ഒരു ഇതിൽ പറയുന്ന സബ്ജക്റ്റിനകത്ത് കുറേ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഇവിടുത്തെ ബേസിക് ഡൗറി സിസ്റ്റം തൊട്ടിട്ട് നമുക്ക് എടുത്ത് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അല്ലേ, ഈ വള വെറുതെ വരില്ലല്ലോ. വള ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ അങ്ങനെ കിട്ടുന്നതാണല്ലോ. അങ്ങനെ കിട്ടുന്ന ഒരു വളയാണ് ഈ വളം. ഓക്കെ, അങ്ങനെയാണ് വള. സാധാരണ വളയല്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിന് അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ജലസി, മനുഷ്യന്മാർക്കിടയിലെ ഈഗോ, ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, ഇതിനെ ഒന്ന് ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. രണ്ട് ആൾക്കാർക്കിടയിലുള്ള എനിക്കും ഇവനും ഇടയിലുള്ള റിഫ്റ്റ് ഒക്കെ ഈ പറഞ്ഞ പോലത്തെ പ്യുവർ ഈഗോയിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു പരിധി ഒരു പോയിന്റിന് ശേഷം. അപ്പോൾ അത്തരം ഹ്യൂമൻ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയും കൂടെ.